ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എങ്ങോട്ട് നോക്കിയാലും അറബിക് ഗൗൺ ആണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു അറബിക് കേപ്പ് ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. എന്നാൽ കാണാൻ നല്ല വെറൈറ്റി ലുക്ക് തരുന്നൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് നോർമൽ ഒരു ഗൗണിൻ്റെ മുകളിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഇടുന്ന രൂപത്തിലാണ് ഈ ഒരു കേപ്പ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ കാലത്ത് ഓരോ ട്രെൻഡാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗൗണ് സ്വന്തമായിട്ട് അങ്ങനെയും വേറെ ചെയ്യാം. അപ്പോൾ ആ ഒരു മോഡലിലാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു കേപ്പിൻ്റെ കൂടെ നോർമലായിട്ടൊരു മാക്സി ഡ്രസ്സ് പോലെ എലൈൻ കട്ടായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ നോർമൽ ഒരു ഗൗണ്, സിമ്പിളായിട്ടൊരു ഗൗണ് തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ ഒരു പീസിലാണ് ഈ ഒരു കേപ്പ് തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ മെയിൻ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതാണ്, വിചിത്ര സിൽക്ക്. അത്യാവശ്യം നല്ല തിക്നെസ്സും സോഫ്റ്റ്നെസ്സും ഒക്കെ ഉള്ളൊരു മെറ്റീരിയലാണ്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 3 മീറ്റർ എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക് ആയിട്ടുള്ള ഈ ഒരു വിചിത്ര സിൽക്ക് ഫാബ്രിക് 6 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഗൗണും തയ്ച്ചെടുക്കാനുണ്ട്. അതിൻ്റെ മുകളിൽ വരുന്ന ഒരു കേപ്പ് മോഡലും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ ടോട്ടൽ 6 മീറ്ററാണ് കേട്ടോ. ഇനി നമുക്ക് ഷോളിന് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് 2.5 മീറ്ററും കൂടെ എടുക്കേണ്ടി വരും. അതിലേക്ക് മാച്ചായിട്ടുള്ള ത്രെഡും അതുപോലെ തന്നെ ഈ ഒരു കേപ്പിൻ്റെ മുകളിലും കോളറിലും വെക്കാനുള്ള ലേസും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മെയിൻ ഫാബ്രിക് ആയിട്ടുള്ള വിചിത്ര സിൽക്ക് ഫാബ്രിക് ഉണ്ടല്ലോ. ഇത് ഞാൻ ടോട്ടൽ 6 മീറ്ററാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഇതുപോലെ ഒന്ന് ആദ്യം തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഡ്ത്തായിട്ട് 42 ഇഞ്ചസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 6 മീറ്ററിൽ നിന്നും ഞാൻ ആദ്യം നമ്മുടെ ഗൗണിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു കേപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഞാൻ ആദ്യം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എങ്ങനെ മെഷർ ചെയ്തെടുത്താൽ ബാക്കിൽ നമുക്ക് ഫുൾ ലെങ്ത്തിലാണ് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ ബാക്ക് 56 ഇഞ്ചസാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയിട്ട് ഞാൻ 58 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് ബാക്കിലേക്കാണ് വേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ അത്രയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഒരു 15 ഇഞ്ചസ്, അത്രയൊന്നും നമുക്ക് വേണ്ട, എന്നാലും ഞാനൊരു 15 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇത് ഏകദേശം നമുക്ക് 2 മീറ്ററിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. 2 മീറ്റർ തികച്ചില്ല. അപ്പം അത്രയും ഭാഗം ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 15 ഇഞ്ചസും ബാക്കിൽ 58 ഇഞ്ചസും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ 73 ഇഞ്ചസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 40 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ 2 മീറ്റർ എന്ന് പറയുമ്പോൾ 80 ഇഞ്ചസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 73 ഇഞ്ചസല്ലേ എടുത്തത്. അപ്പോൾ 2 മീറ്ററിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കേപ്പ് ഗൗൺ തയ്ക്കാനായിട്ട് ആവശ്യം വരും. ബാക്കി വന്നിട്ടുള്ള 4 മീറ്ററിൽ അധികം ക്ലോത്ത് വരുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അംബർല കട്ട് ഗൗണ് തയ്ച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ ഈ ഒരു ഗൗണ് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഈ ഒരു കേപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ സ്ലീവ്സിനും ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് കേപ്പിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ കേപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞല്ലോ, ടോട്ടൽ 2 മീറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഫാബ്രിക് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ 2 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും ഭാഗം ഇതുപോലെ 2 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കും ഫ്രണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പീസ് ഞാൻ ഇതുപോലെ 2 ആയിട്ടൊന്ന് മടക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഇതിൻ്റെ ഫ്രണ്ട് പീസിന് നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിരുന്നല്ലോ, അതൊന്നും കൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഫ്രണ്ടിലായിരിക്കും ഈ ഒരു 15 ഇഞ്ച് വരുന്നത്. അതിന് ഇതുപോലെ ഒന്ന് താഴേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ്
ഫ്രണ്ട് പീസ് വരുന്നത് കേട്ടോ. ബാക്കി വന്നിട്ടുള്ളതൊക്കെ നമുക്ക് ബാക്ക് പീസ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നെക്കൊക്കെ കട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിവിടെ നെക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതൊരു കോളർ നെക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ നെക്ക് അധികം ഇറക്കണ്ട. ഞാനിവിടെ 2.5 ഇഞ്ചസാണ് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഡെപ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഹൈ നെക്കായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കിട്ടും. അപ്പം ഇത്രയാണ് ഫ്രണ്ടിലെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അടുത്തത് നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു വിഡ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 2 ഷോൾഡറിൻ്റെ അതിലൂടെ ഇങ്ങനെ സൈഡിൽ ഒരു കർവായിട്ട് വരുന്ന രൂപത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോർമൽ നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത്തിൽ നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ അതിലൂടെ കവിഞ്ഞ് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൂസിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് താഴേക്ക് ഇതുപോലെ 15 ഇഞ്ചസ് ഞാൻ എത്രയാണോ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അതൊന്ന് ആ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ മിഡിൽ ഭാഗത്ത് നമ്മൾ ആ ഒരു 15 ഇഞ്ചസ് മുഴുവനായിട്ടും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 12 ഇഞ്ചസൊക്കെയാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ചസും കൂടെ ആഡ് ചെയ്തിട്ട് 13 ഇഞ്ചസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ 12 ഇഞ്ചസായിരിക്കും ഈ ഒരു ഭാഗത്ത് ലെങ്ത്ത് കിട്ടുക. ഫ്രണ്ടിൽ 2 സൈഡിലേക്കും 15 ഇഞ്ചസ് വരണം കേട്ടോ. അപ്പോൾ അതിനാണ് ചെറിയൊരു കർവായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്തായിട്ട് ഞാനിവിടെ ഒരു 17.5 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ടോട്ടൽ 35 ഇഞ്ചസാണ് ഇതിൻ്റെ വിഡ്ത്തായിട്ട് വരിക. അപ്പോൾ ആ ഒരു കർവ് ഞാൻ ഇതുപോലെ അങ്ങോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ചെറുതായിട്ടൊരു കർവിൽ ഇതുപോലെ നമുക്കൊന്ന് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് ഞാൻ എക്സ്ട്രാ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കർവ് ഭാഗം ഉണ്ടല്ലോ നമുക്ക് താഴെയും ആ ഒരു കർവാണ് നമുക്ക് ഇതുപോലെ സ്ക്വയർ ആയിട്ടല്ല കേട്ടോ വരേണ്ടത്. അപ്പോൾ ഞാനത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നമ്മളെ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് 17.5 ഇഞ്ചസ്. ഇനി അവിടുന്ന് താഴേക്ക് ഇതുപോലെ ഒരു കർവ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയും ഒരു കർവ് വേണം, അതുപോലെ താഴെ ഭാഗത്തും ആ ഒരു കർവ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ നമുക്ക് സൈഡൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ആ ചെറുതായിട്ട് വന്നിട്ടുള്ള ആ കർവ് ഞാനിപ്പം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തും കർവ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് ടോട്ടൽ 2 പീസാക്കിയിട്ട് ഫ്രണ്ടും ബാക്കും ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ഷോൾഡറിൻ്റെ ഭാഗം കുറച്ച് കട്ടേ ചെയ്തിട്ടുള്ളൂ. ടോട്ടലി കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നെക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമാണ് ഞാനിപ്പോൾ മെഷർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ശേഷം അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിലെ പീസ് മാത്രമാണ് ഇപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി താഴെ നമുക്ക് ബാക്ക് നെക്ക് 1 ഇഞ്ച് ഞാൻ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗവും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഷോൾഡർ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ ചെയ്തിട്ടില്ല. ബാക്ക് നെക്കിൻ്റെ ഈ ഒരു സൈഡിൽ ഞാൻ 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോളർ വെച്ചിട്ട് ചെയ്യാനുള്ള നെക്കായതുകൊണ്ട് തന്നെ അധികം ഡെപ്ത് ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ തല എന്തായാലും അതിലൂടെ കൊള്ളില്ല കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ട് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പീസ് അവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ട് ആ ഒരു ഭാഗം തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു കോളർ നെക്ക് വെച്ചിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോളറിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് എക്സ്ട്രാ മെഷർമെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ നെക്കിനെ 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു മെഷർമെൻറ്റ്സും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ
നോർമൽ ഒരു കോളർ കിട്ടും കേട്ടോ. ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതാ നല്ല റൗണ്ട് ഷേപ്പിലുള്ളൊരു കോളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. കോളറിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ കോളറിന് ഞാനൊരു ക്യാൻവാസും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാൻവാസും ഞാനിതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ ആ കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ, സെയിം ആ ഒരു മെഷർമെൻറ്റ്സിൽ ക്യാൻവാസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കോളറിന് വേണ്ടിയിട്ട് കൂടുതൽ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് അതിനനുസരിച്ച് 1 ഇഞ്ച് എക്സ്ട്രാ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഒരു ഓപ്പൺ ഞാൻ ഇതുപോലെ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് ആ ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് ഈ ഒരു കോളറിൻ്റെ പീസ് നെക്കിൻ്റെ ഭാഗത്തായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തെടുത്താൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ റൗണ്ട് നെക്കായിട്ട് ഈ ഒരു ഭാഗത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹുക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് 2ആയിട്ടൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാനും കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനെ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത ആ ഒരു കർവ് ഭാഗം, അത് 2 സൈഡും നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കർവിലാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു സിൽവർ കളർ ലേസാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജൊക്കെ നമ്മൾ എഡ്ജ് പ്രഷർ ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കെറിവുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അമ്പർല കട്ടൊക്കെ ആയിട്ട് വരുമ്പോൾ കെറിവായിട്ടുള്ള ഭാഗമൊന്നും പിരിഞ്ഞു പോവാതെ നല്ല വൃത്തിയിൽ ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെയുള്ള കട്ടിങ്ങൊക്കെ ഞാൻ ഈ ഒരു എഡ്ജ് കർവ് പ്രഷർ ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ നല്ല ഉരുണ്ടിട്ടായിരിക്കും നമുക്ക് ആ ഒരു സ്റ്റിച്ച് കിട്ടുക. നമ്മളിതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന നമുക്ക് എഡ്ജ് ഭാഗമൊക്കെ നല്ല വൃത്തിയിൽ പിരിച്ചിലൊന്നും കൂടാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു എഡ്ജ് പ്രഷർ ഫൂട്ട് ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലെങ്ത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് 12 ഇഞ്ചസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അധികം ഇറങ്ങിപ്പോയാലും ആ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ സൈഡ് രണ്ടും ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അവിടുന്ന് താഴേക്ക് നല്ല ലെങ്ത്തിലും കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ 2 സൈഡും ഇതുപോലെ ചെറിയൊരു കർവായിട്ട് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ലുക്ക് കാണാൻ തന്നെ. ഇനി നമുക്ക് ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ലേസും അതുപോലെ കോളറിലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലേസ് സ്റ്റോൺ വെച്ചുകൊണ്ടുള്ള ലേസാണ് കേട്ടോ. ഇത് ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മെറൂൺ കളറിലേക്ക് ഈ ഒരു ലേസ് നല്ല ആപ്റ്റായിരുന്നു. എപ്പോഴും നമ്മൾ സിമ്പിൾ ഗൗൺ തയ്ക്കുന്നതിന് പകരം ഇതുപോലുള്ള വെറൈറ്റി ഔട്ട്ഫിറ്റുകളൊക്കെ തയ്ക്കുമ്പോൾ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് പാർട്ടി വെയർ ലുക്ക് തന്നെ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിന് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഇട്ടിട്ട് കാണുമ്പോൾ ഉള്ള ലുക്ക് വേറെ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.